ഹായ് ഫ്രണ്ട്സ്, PC കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഷിപ്പിൽ തയ്യാറാക്കുന്ന ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മട്ടൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ടൻ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു 3 ബേ ലീഫ്, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, കുറച്ച് കുരുമുളക്, ഒരു 10-15 ഏലക്കായി, 10-15 ഗ്രാമ്പു, 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 സവാള, ഒരു ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കുക്ക് ചെയ്യുന്ന കിച്ചൺ കുറച്ച് ചെറുതാണ്. ഒരാൾക്ക് കറക്റ്റായിട്ട് നിന്ന് ചെയ്യാനുള്ള സൗകര്യമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഒരു 10-12 ഏലക്കായി, 10-12 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, 3 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ലിറ്ററോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 കിലോ ബസുമതി റൈസ് 3 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. സവാളയെല്ലാം നല്ലവണ്ണം വാടിയതിന് ശേഷം 1 പിടി പുതിനയില, 1 പിടി മല്ലിയില ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നല്ലവണ്ണം വാടിയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതൊന്ന് വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഇവർ തയ്യാറാക്കുന്നത്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതുകൂടി ഇതിനകത്തേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം നല്ലവണ്ണം വാടിയതിന് ശേഷം 2 പാക്കറ്റ് തൈര് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല സ്മെല്ല്, ബിരിയാണിയുടെ സ്മെല്ല് ഇപ്പോൾ ഇവിടെ നല്ല അടിച്ച് കയറാണ്. അതിനുശേഷം ഒരു 5 തക്കാളി, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം മട്ടൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം വാടിയതിന് ശേഷം 3.5 കിലോ മട്ടൻ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തി കൊടുക്കുന്നില്ല. ഇതൊരു അരമണിക്കൂറോളം മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും.
റൈസിനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 20 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ബസുമതി റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മട്ടനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഒരു പകുതി വേവിലാണ് ഇവർ റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം ഇത് ദമ്മിലിടുമ്പോൾ 20 മിനിറ്റ് ദമ്മിലിടുമ്പോൾ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. റൈസിൻ്റെ മുകളിൽ റോസ് വാട്ടറും കുറച്ച് കളറും കൂടി മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള ഫ്രൈ ചെയ്തത് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുങ്കുമപ്പൂ കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം ഇത് തുറക്കാവുന്നതാണ്. ബിരിയാണിക്ക് പപ്പട ചായ ഇന്ത്യൻ സ്റ്റൈൽ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി. അത് കംപ്ലീറ്റ് ഒരു സ്റ്റീൽ തട്ടിലേക്ക് കൊട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഗാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മട്ടൻ ബിരിയാണി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്താക്കണേ. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി എല്ലാം ഇവിടെ കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനും കഴിച്ച് നല്ല ടേസ്റ്റാണ്. ഇതാ നമ്മുടെ പപ്പടം എല്ലാം കാലിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല ആഹാരം കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.